മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് തമിഴ്നാട് സർക്കാർ. അണക്കെട്ട് ശക്തിപ്പെടുത്തിയതിനു ശേഷം മാത്രം സുരക്ഷാ പരിശോധന നടത്തിയാൽ മതിയെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞു. സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ കേരള സർക്കാർ പാലിക്കുന്നില്ലെന്ന് തമിഴ്നാട് ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ പറയുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് 2006-ലെയും 2014-ലെയും വിധികളിലെ ശുപാർശകളും മേൽനോട്ട സമിതി നൽകിയ വിവിധ റിപ്പോർട്ടുകളിലെ ശുപാർശകളും കേരളം നടപ്പിലാക്കിയിട്ടില്ലെന്നും തമിഴ്നാട് ചൂണ്ടിക്കാട്ടി. പ്രസ്തുത ശുപാർശകളാണ് ആദ്യം നടപ്പിലാക്കേണ്ടതെന്നും അതിന് തയ്യാറാകാതെ സമഗ്ര സുരക്ഷാ പരിശോധന നടത്താനാണ് കേരളം ശ്രമിക്കുന്നതെന്നും തമിഴ്നാട് പറഞ്ഞു. എന്നാൽ അണക്കെട്ട് ബലപ്പെടുത്തുന്നതിനായി 15 മരങ്ങൾ മുറിക്കാനുള്ള അനുമതി നൽകാൻ കേരളത്തിന് നിർദ്ദേശം നൽകണമെന്ന് തമിഴ്നാട് സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു. അണക്കെട്ടിന്റെ സുരക്ഷയെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ സമഗ്ര പരിശോധന നടത്താൻ അണക്കെട്ടിന്റെ ഉടമകളായ തങ്ങൾക്കാണ് നിയമപരമായ അധികാരമുള്ളതെന്ന് തമിഴ്നാട് നേരത്തെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. സമഗ്ര പരിശോധന 2026 ഡിസംബർ 31-നകം പൂർത്തിയാക്കിയാൽ മതിയെന്നും തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം അണക്കെട്ട് ശക്തിപ്പെടുത്താനുള്ള നടപടികൾ കേരളം തടസ്സപ്പെടുത്തുന്നുവെന്നാണ് തമിഴ്നാട് ഉയർത്തുന്ന പ്രധാന ആരോപണം. നേരത്തെ പുതിയ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ പുതിയ ശ്രമങ്ങളിൽ തമിഴ്നാട് സർക്കാർ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു. നിലവിലുള്ള അണക്കെട്ടിന്റെ താഴ്ഭാഗത്ത് പുതിയ അണക്കെട്ട് നിർമ്മിക്കുക എന്നത് മാത്രമാണ് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഒരേയൊരു പരിഹാരമെന്നാണ് സർക്കാരിന്റെ അഭിപ്രായമെന്നും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് പറഞ്ഞിരുന്നു. അതേസമയം ബലപ്പെടുത്തൽ നടപടികൾ പൂർത്തിയാക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു.